ഹായ്, ഞാൻ എജി. അസ്സലാമു അലൈക്കും. ഓർക്കിഡ് ചെടി ചകിരിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല കമൻസാണ്. അതേപോലെ തന്നെയാണ് നല്ല ചെറിയ ചെടികൾക്ക് നമ്മൾ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് നമ്മുടെ ഒരു അഭിപ്രായത്തിൽ NPK 19-19-19 നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരേ റേഷ്യോയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ചെറിയ 2 ഇല സ്റ്റാർട്ടിങ്ങിലുള്ള പ്ലാന്റിന് മുതൽ നമുക്ക് ഒരു മീഡിയം സൈസുള്ള പ്ലാന്റിനും അതുപോലെ തന്നെ മെച്ചോർഡ് ഫ്ലവറിങ് പ്ലാന്റിനും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ NPK കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് NPK തന്നെ 13, 27, 27, 27 എന്നുള്ളത്. അതിൽ നമുക്ക് നൈട്രജൻ കുറഞ്ഞതും മറ്റേ രണ്ടതും കൂടിയതുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് എല്ലാ പ്രായത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു NPK 19-19-19. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെടികൾ നന്നായിട്ടുള്ള വളർച്ചക്കും അതുപോലെ നല്ല റൂട്ട് ഡെവലപ്പ് ചെയ്യാനും പിന്നെ നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ് ആണെങ്കിൽ അത് നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ കൊണ്ട് തന്നെ നന്നായിട്ട് വേരൊക്കെ പിടുത്തം കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ബഡിനുള്ള ടെൻഡൻസി വരുള്ളൂ. അപ്പോൾ 1 വീക്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതപ്പോഴാണ് നമ്മൾ ഈ ഒരു 13-27-27 പൊട്ടാഷ്യം ഇമ്പ്രൂവ് ചെയ്ത ഫെർട്ടിലൈസർ കൊടുക്കുക. അപ്പോൾ ഒരാഴ്ച നമുക്ക് ഈ ഒരു NPK 19-19-19 കൊടുക്കുക. നെക്സ്റ്റ് ആഴ്ച നമുക്ക് ഈ ഒരു 13-27-27 റേഷ്യോയിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. അത് പൊട്ടാഷ്യം ഇമ്പ്രൂവ് ചെയ്താൽ ഇതൊക്കെ നമ്മുടെ NPKൻ്റെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു NPK 19-19-19 നമുക്ക് എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ മാത്രമേ ഉള്ളൂ. 1 വീക്കിൽ 2 ടൈംസിൽ എന്തെങ്കിലും ഒരു ടൈം ടേബിളൊക്കെ വെച്ച് ഫെർട്ടിലൈസറുകൾ മാറി തന്നെ നമ്മൾ കൊടുക്കണം. വളർച്ചയെത്തിയ ചെടികൾക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു 19-19 നിർബന്ധമാണ്. ചെറിയ ചെടികളാണെങ്കിലും അത് നിർബന്ധമാണ്. ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിലും അത് നിർബന്ധമായിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. നല്ലൊരു റൂട്ട് ഡെവലപ്മെൻറ്റിനും പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. ഇലകളൊക്കെ നല്ലൊരു ഗ്രീൻ ആപ്പിളിൻ്റെ കളറും നല്ലൊരു പച്ച കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുഞ്ഞു പ്ലാന്റുകൾ വെച്ച് നമ്മൾ ടവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതിലൊക്കെ നന്നായിട്ട് വേര് പിടിച്ച് മരത്തടിയിലൊക്കെ നന്നായിട്ടുള്ള റൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതുപോലെ ജീവനുള്ള ചെടികളൊക്കെ ആയിരിക്കണം നമ്മുടെ ഓർക്കിഡ് ചെടികൾ. അപ്പോൾ നമ്മൾ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റിനും ഈ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതേപോലെ NPK ഒരേ റേഷ്യോയിലുള്ളത് തന്നെയാണ്. അതിനും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാൻ നമ്മൾ ചെടികളൊക്കെ നല്ലൊരു ഗ്രോത്ത് കിട്ടണ്ടേ, പിന്നെ നല്ലൊരു റൂട്ട് ഡെവലപ്മെൻറ്റ് കിട്ടണ്ടേ. അതിനൊക്കെ നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഈ ഒരു NPK. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ മാറിയിട്ട് തന്നെ ഓരോ കണ്ടൻറ്റുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. ഇത് നമ്മുടെ ഒരു ജർമ്മൻ ബ്രാൻഡാണ്, ഒരു കോംബോ എക്സ്പെർട്ട് എന്നൊരു കമ്പനിയാണ്. നമുക്കൊരു SP ആണ് ഇത് കേട്ടോ. ഇത് 1/2 kg പാക്കായിട്ടാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുള്ളത്. നമ്മൾ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രെയറിൽ ഓൾറെഡി നമ്മൾ വെള്ളം നിറച്ച് വെച്ചതാണ്. ഇതിൽ 1 ലിറ്റർ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഗ്രാം ആയിട്ടാണ് നമ്മൾ കൊടുത്തു തുടങ്ങുക. അപ്പോൾ നമ്മൾ 5 ലിറ്ററിനനുസരിച്ചിട്ട് അതിൻ്റെ അളവെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒത്തിരി കാലം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല ഒരുപാട് പ്ലാന്റുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു 1/2 kg പാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം നിങ്ങളുടെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു പൗഡറാണ്. ഇത് നമുക്ക് ഇതുപോലെ ഹെയർ ടൈറ്റുള്ള ഒരു ബൗളിലൊക്കെ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മതി. ഇത് ഒരു പൗഡർ രൂപേണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അത് നന്നായിട്ട് ടൈറ്റിൽ അടച്ച് വെക്കുക. ഇതുപോലെ പോട്ടിങ്ങിലും പ്ലാന്റിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് തന്നെ ചെടിയിൽ അടിച്ചു കൊടുക്കുക. ചെടി പെട്ടെന്നുള്ള ഗ്രോത്ത് കാണാൻ പറ്റും. ഇത് പിന്നെ അതുപോലെ തന്നെ ഈ മഴ കഴിയുന്നിടത്തോളം വേനൽ തുടങ്ങുന്നിടത്തോളം കാലം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. കറ്റാർവാഴ റൂട്ട് ഡെവലപ്മെൻറ്റിനുള്ളതാണ്. അതുപോലെ ഗ്രോത്തിനുള്ള
വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അതൊക്കെ ഓരോ റേഷ്യയിൽ പുളിപ്പിച്ചിട്ട് അത് കൊടുക്കാം. തേങ്ങാ വെള്ളം പുളിപ്പിച്ച് കൊടുക്കാം. അങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നിടത്തുള്ള കൂടെ നമുക്കിതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ഉള്ളതാണ് ഈ ഒരു 19-19-19. അപ്പോൾ നമുക്കിതുപോലെയുള്ള ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള കിക്കീസുകൾ ഉണ്ടായി കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മരത്തിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള ഒത്തിരി പ്ലാന്റുകളാണ്. ഇതിൻ്റെയൊക്കെ റൂട്ടുകളും പ്ലാന്റിൻ്റെ ഹെൽത്തിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു 19-19 നല്ല റിസൾട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മുടെ ഓർക്കിഡ് ചെടികളിലെ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റിനും മീഡിയം സൈസുള്ള പ്ലാന്റിനും അതുപോലെ തന്നെ സാധാ കിക്കീസിനാണെങ്കിലും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഇത്രയും നല്ലൊരു ഫെർട്ടിലൈസർ ഇല്ല ഈ ഒരു 19-19-19. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇത് അവൈലബിൾ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആൾ ഇന്ത്യ നമ്മൾ പ്ലാന്റുകൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റൂട്ടുകൾ ഉണ്ടാകുമ്പോൾ നല്ല പ്ലാന്റ് പിന്നെ അതുപോലെ പോട്ടിങ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ വെച്ച് പോട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലെ റൂട്ടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല റൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല ഗ്രോത്തായിട്ടും നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെയിം നമ്പറാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഉള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് അന്വേഷിക്കാം. ബിസി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് നമ്മൾ അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.